അങ്ങനെ നമ്മൾ ദിവസത്തിൻ്റെ ഏറ്റവും വേറെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗത്തേക്ക് കടക്കുകയാണ്. ലഞ്ച് പറയുമ്പോൾ ആസ് എ പ്രവാസി BP, കൊളസ്ട്രോൾ, അമിതവണ്ണം, പ്രമേഹം ഇതൊക്കെ വരെ സഹായിക്കുന്ന ഒരു സാധനമാണ് ലഞ്ച്. കാരണം എന്താ വെച്ചാൽ മൂക്കുമുട്ട ചോറ് തിന്നുക, ഒരേ സ്ഥലത്ത് പണിയെടുക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല കുടൽ വരും, നല്ല BP ഉണ്ടാവും, നല്ല പ്രഷർ എല്ലാം ഉണ്ടാവും. അപ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം അതിൽ ഒരു 30 നല്ല ഹെൽത്ത് ഫുഡ് കഴിക്കും. ചവറ് പോലെ പിന്നെ കുറേ ചോറടിച്ച് കയറ്റുക. ഈ ഒരു പോയിന്റ് തന്നെ നമ്മളെ നാട്ടിൽ തെറ്റാം. കുറേ ചോറ് തിന്നാൽ നല്ലതാണെന്നാണ് നമ്മുടെ നാട്ടിൽ ഒരു വിചാരം. ചെറുപ്പത്തിൽ ഞാൻ 4 നേരം ചോറ് തിന്നതല്ലേ. പക്ഷെ ഇപ്പം കഴിക്കണ്ട വെച്ചാൽ കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, ചിക്കൻ, കുറച്ച് പൊട്ടറ്റോ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കുറച്ച് വേണ്ടത്തിന് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് ഡ്രസ്സിങ്സോ ആക്കുക, പിന്നെ ഉപ്പും മുളകൊക്കെ ഇടുക, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ എന്തായി, നമുക്ക് അത്യാവശ്യം ടേസ്റ്റും ഉണ്ടാവും, പ്രോട്ടീനും കയറും, ബോഡിക്ക് വേണ്ട ഷുഗർ ഉണ്ടാവും, ബോഡിക്ക് വേണ്ട ഫൈബേഴ്സ് ഉണ്ടാവും, ന്യൂട്രീഷൻ ഉണ്ടാവും. വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ കലോറി ഡെഫിസിറ്റ് ആവും, പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടാവും, ചിക്കൻ ബ്രസ്റ്റ്. അപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല ബെനിഫിറ്റ് ആയിരിക്കും. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം സപ്ലിമെൻ്റ് ആയിട്ട് പ്രോട്ടീൻ പൗഡർ ഇൻടേക്ക് ചെയ്താൽ മതി അഡീഷണൽ ആയിട്ട്. ഇതുകൊണ്ട് മാത്രമാവില്ല, എന്തായാലും പ്രോപ്പറായി വർക്കൗട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതിലൂടെ ഈവനിങ് സ്മൂത്തി ആയിട്ട് പ്രോട്ടീൻ പൗഡർ ഷേക്ക് അടിക്കേണ്ടി വരും എന്തായാലും. പിന്നെ നല്ല വിഷമം വരുമ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ഫുഡ് അടിക്കുക, വേണമെങ്കിൽ ചോറ് കഴിക്കാം, നല്ല ബിരിയാണി കഴിക്കാം. പക്ഷെ എല്ലാ ദിവസവും ഞാൻ സജസ്റ്റ് ചെയ്ത ഓക്കെ. മടുത്തി പണ്ടാര ഫുഡൊക്കെ കഴിച്ചിട്ട് നാട്ടിൽ പോയിട്ട് നല്ല ചോറും കറിയൊക്കെ കഴിക്കണം. സോറി. അപ്പോൾ ഇന്നത്തെ പ്രൊഡക്റ്റീവ് ഡേ കഴിയാനായി. ഇനി നമുക്ക് വർക്കൗട്ട്, നമ്മുടെ ഗ്രൗണ്ട് എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിന്ന് ചെസ്റ്റിലാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു 3 സെറ്റൊക്കെ അടിച്ച് പുഷപ്പ് അടിക്കുക, പിന്നെ ജസ്റ്റ് ബോഡിയൊക്കെ സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ നൈസായിട്ട് ഒരു 4-5 സെറ്റ് ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യാം. മുടി മുറിച്ചു, അതും ഇന്നത്തെ ദിവസത്തിന്റെ പ്ലാനാണ്. സോ നമുക്കിന്ന് ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യാം. ബെഞ്ചിൽ ഫ്ലൈസ് ചെയ്യാനെക്കാട്ടും നല്ലത് സേഫും ഇതാണ്. സോ നമ്മൾ പെക്ക് ഡെക്ക് ഫ്ലൈ ഒരു 3 സെറ്റ് അടിക്കുക, പിന്നെ ഒരു 3 സെറ്റ് ഡംബൽ ബെഞ്ച് പ്രസ് അടിക്കുക. അത് 4 സെറ്റ് ആയാലും കുഴപ്പമില്ല. സോ നെക്സ്റ്റ് നമ്മൾ അപ്പർ ചെസ്റ്റാണ്. അപ്പർ ചെസ്റ്റിന് സെയിം ഇംഗ്ലീഷ് ബെഞ്ച് പ്രസ് വെച്ചിട്ട് 3 സെറ്റ് കട്ടക്ക്. പിന്നെ അപ്പർ ചെസ്റ്റ് ഒന്ന് സെൻറ്റർ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഈ വർക്കൗട്ടാണ്. സെയിം അപ്പർ ചെസ്റ്റിൻ്റെ പൊസിഷൻ തന്നെ ചെയ്യുക. നെക്സ്റ്റ് നമ്മളെ ലോവർ ചെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു ഡിക്ലൈൻ ബെഞ്ചിൽ ഒരു 3 സെറ്റ്. സോ ഇന്ന് നമ്മൾ ചെസ്റ്റിൻ്റെ ബാക്കി വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. പിന്നെ ഇന്ന് ബാക്കി ലോവർ അബ്ഡമനൊന്ന് വർക്കൗട്ട് ഭയങ്കര മടിയായതുകൊണ്ട് പൂളിൽ വന്നിട്ട് ഒരു സെറ്റ് കാർഡിയോ ആക്കാൻ വെച്ചു. ഒരു 10-20 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ലാപ്പ് അടിച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് കാർഡിയോ ആണ്. പിന്നെ നമുക്ക് സ്ട്രെസ് റിലീഫുമാണ്. ആ ഒരു വെള്ളത്തിൽ കിടന്ന് കുറച്ച് നമ്മൾ മനസ്സമാധാനത്തോടെ നിൽക്കുമ്പോൾ എല്ലാ ടെൻഷനും അങ്ങ് പോയി കിട്ടും. കണ്ടോ, ഹൊയ് 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 നീ പോലെ തന്നെ തിരിച്ചു ഹൊയ് 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 ഹൊയ്. അപ്പോൾ ആ പരിപാടി തീർന്നു. നെക്സ്റ്റ് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. നമ്മളെ പൊണ്ടാട്ടി എന്തോ കാര്യമായിട്ട് പണിയുന്നുണ്ട്. ബിരിയാണിയാണെന്ന് തോന്നുന്നു. ചിക്കൻ മസാലയൊക്കെ ഉണ്ട്, സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ബാക്കി
നാളത്തെ പരിപാടി കുറച്ച് ചാറ്റ് ജിപിടിയിലിട്ട് പണിയണം. അല്പം മലയാളം മൂവിയും ആവും. നൊസ്റ്റാൾജിക്. അണ്ണൻ എന്തോ ബാഡ് ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ഓ സാഡ് സാഡ് സാഡ്. സുരേഷ് ഗോപി മരിച്ചു എന്നാണ് പറയുന്നത് തോന്നുന്നു. ഇമ്മാതിരി മ്യൂസിക് പഴയ പടത്തപ്പി പിടിക്കണം മോനെ. പരിപാടിയൊക്കെ കഴിയുമ്പോൾ പറഞ്ഞത് നാളെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റം മിസ്സിങ് ആണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഞാൻ നൈസായിട്ട് വണ്ടി എടുത്ത് ഞാനും പൊണ്ടാട്ടിയും കൊണ്ട് ലുലുവിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഓരോരുത്തന്മാർ ബാക്കിൽ കിടന്ന് ലൈറ്റ് അടിച്ചിട്ട്, ഈ പുറകെ വന്ന് ലൈറ്റ് അടിക്കുന്നവന്മാരെ ഉണ്ടല്ലോ പാസ് ചെയ്ത് വിട്ട് അവൻ്റെ പുറകെ പോയി ലൈറ്റ് അടിച്ച് അവനെ വെറുപ്പിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതാണ് റൂള്. അതായിരിക്കണം റോഡ്. ഇനി ഇതേപോലെ നാളെ. സോ ബൈ.